തകർന്നാലും ഇന്ത്യക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഭീഷണി മുഴക്കുന്നതിൽ നിന്നും നേതാക്കന്മാർ പിന്നോട്ടു പോകില്ല. മാത്രമല്ല, ഇന്ത്യയുമായി മറ്റു രാജ്യങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭീഷണിയുടെ സ്വരവും ഉയരുകയാണ്. കാബൂൾ ഡൽഹിയുടെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആരോപിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിനെതിരെ ഏതൊരു ആക്രമണത്തിനും 50 മടങ്ങ് ശക്തമായി തിരിച്ചടി ലഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജിയോ ന്യൂസിന്റെ പ്രൈം ടൈം ഷോയായ ആജ് ഷഹസേബ് കർസാനെ കെ സാത്തിൽ പ്രത്യക്ഷപ്പെട്ട ആസിഫ് കാബൂളിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. അവർ ഇന്ത്യയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു. കാബൂളിലെ ആളുകൾ ചരട് വലിക്കുകയും പാവനാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഡൽഹിയാണ് നിയന്ത്രിക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിലെ തോൽവിക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുത്തിടെ നടന്ന ചർച്ചകൾ അഫ്ഗാൻ പക്ഷത്തിന്റെ 4 or 5 തിരിച്ചടികളെ തുടർന്ന് തകർന്നുവെന്നും ആസിഫ് പറഞ്ഞു. ചർച്ചക്കാർ കാബൂളിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു കരാറിലേക്ക് അടുത്തെത്തുമ്പോഴെല്ലാം ഇടപെടൽ ഉണ്ടായിരുന്നു. കരാർ പിൻവലിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ചാനലിനോട് പറഞ്ഞു. കഠിനമായ ചർച്ചകൾക്ക് അഫ്ഗാൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം പ്രശംസിച്ചു. എന്നാൽ ഇന്ത്യയുടെ സ്വാധീനത്തിൽ കാബൂളിലെ അധികാര ഇടനിലക്കാർ പുരോഗതി അട്ടിമറിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു കുറഞ്ഞ തീവ്രതയുള്ള യുദ്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത് നേടിയെടുക്കാൻ അവർ കാബൂളിനെ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തുർക്കിയും ഖത്തറും മധ്യസ്ഥത വഹിച്ച ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തിങ്കളാഴ്ച ഒരു വഴിത്തിരിവുമില്ലാതെ അവസാനിച്ചു. എന്നിരുന്നാലും തുടർ ഇടപെടൽ പ്രധാനമാണെന്ന് മധ്യസ്ഥർ പറഞ്ഞു. അഫ്ഗാൻ മണ്ണിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്ന തെഹ്രീദ് താലിബാൻ പാകിസ്ഥാനെതിരെ സ്ഥിരീകരിക്കാവുന്ന നടപടിയെടുക്കണമെന്ന ഇസ്ലാമാബാദിന്റെ ആവശ്യത്തെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന് റിപ്പോർട്ടുണ്ട്. അഫ്ഗാൻ പ്രതികാര ഭീഷണികൾക്ക് മറുപടിയായി ആസിഫ് ഒരു കർശന മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാബാദിലേക്ക് നോക്കിയാലും ഞങ്ങൾ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് കാബൂളാണ് ഉത്തരവാദി എന്നതിൽ യാതൊരു സംശയവുമില്ല. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ആസിഫ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുർക്കിയിൽ 3 ദിവസത്തെ ചർച്ചകൾ നടന്നിട്ടും അതിർത്തി കടന്നുള്ള സൈനിക പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഉദ്യോഗസ്ഥർ ഇപ്പോഴും പൊതു താൽപര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ആരംഭിച്ച ചർച്ചകൾ തിങ്കളാഴ്ച വരെ തുടർന്നു. പക്ഷേ അന്തിമ ധാരണയായില്ല. അന്തിമ കരാർ ഇപ്പോഴും അവ്യക്തമാണെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തു. അടച്ചിട്ട വാതിലിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള വൃത്തങ്ങൾ പറഞ്ഞത് ഇരുപക്ഷവും തമ്മിൽ മിക്ക കാര്യങ്ങളും പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെന്നും അഫ്ഗാൻ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ പരിശോധിക്കാവുന്ന നടപടിയെടുക്കുന്നതിനുള്ള സംവിധാനം പ്രധാന തടസ്സമായി തുടരുകയാണെന്നും PTI റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാല വെടിനിർത്തൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ പ്രായോഗികമായ ഒരു പരിഹാരമില്ലാതെ അവസാനിച്ചുവെന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തഉല്ല തരാർ പ്രസ്താവന പറഞ്ഞു. അഫ്ഗാൻ പക്ഷം കാതലായ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരുന്നു. സംഭാഷണ പ്രക്രിയ ആരംഭിച്ച പ്രധാന പോയിന്റിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തഉല്ല തരാർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഏതെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനു പകരം അഫ്ഗാൻ താലിബാൻ കുറ്റപ്പെടുത്തൽ, വ്യതിചലനം, വഞ്ചന എന്നിവ അവലംബിച്ചു. അതിനാൽ സംഭാഷണം ഒരു പ്രായോഗിക പരിഹാരവും കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പറഞ്ഞു. ഒക്ടോബർ 19 ദോഹയിൽ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. എന്നാൽ തുർക്കിയും ഖത്തറും ഇസ്താംബൂളിൽ മധ്യസ്ഥത വഹിച്ച 2ാം ഘട്ട ചർച്ചകളിൽ പൊതു താൽപര്യമില്ലായിരുന്നുവെന്ന് അഫ്ഗാൻ പാകിസ്ഥാൻ വൃത്തങ്ങൾ ചൊവ്വാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു. പരാജയത്തിന് പരസ്പരം കുറ്റപ്പെടുത്തി. ഈ മാസം ആദ്യം നടന്ന ഏറ്റുമുട്ടലുകളിൽ ഡസൻ കണക്കിന് സൈനികരും സാധാരണക്കാരും തീവ്രവാദികളും കൊല്ലപ്പെട്ടു. ഇത് യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചു. എന്നിരുന്നാലും ഒക്ടോബർ 19 ദോഹയിൽ ഖത്തറിന്റെയും തുർക്കിയുടെയും സഹായത്തോടെ ഇരുപക്ഷവും നടത്തിയ ചർച്ചകൾക്ക് ശേഷം താൽക്കാലികമായി സമാധാനം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.